ഹരേ രാമ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2025 ഈ നക്ഷത്ര ജാതകർക്ക് ഇരട്ട രാജയോഗവും ധനഭാഗ്യവും ഫലമായി വന്നു ചേരും. 2025 എന്ന വർഷം നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു. പുതുവർഷം സർവ്വ സൗഭാഗ്യത്തോടും ഐശ്വര്യത്തോടും കൂടി തന്നെ നമ്മൾക്ക് വരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പുതുവർഷത്തിൽ ജ്യോതിഷത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പുതുവർഷം ചില നക്ഷത്രക്കാർക്ക് നല്ലതും മോശവുമായ ഫലങ്ങളാണ് സമ്മാനിക്കുക. ഇതിൽ 7 നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗവും ധനഭാഗ്യവും സമ്മാനിക്കും. ആകെയുള്ള 27 നക്ഷത്രക്കാരിൽ 2025 ഏറ്റവും ഭാഗ്യവും ഉയർച്ചയും ഫലമായി വന്നു ചേരുന്നത് ഈ 7 നക്ഷത്ര ജാതകർക്കാണ്. 2025 എന്ന വർഷം ഈ നക്ഷത്ര ജാതകരെ വളരെയധികം ഭാഗ്യം അനുഗ്രഹിക്കുന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ ഇനി വളരെയധികം ഉയർച്ചയാണ് കാത്തിരിക്കുന്നത്. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഭാഗ്യദേവത കടാക്ഷിക്കുന്നതെന്നും വളരെയധികം ധനനേട്ടത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും കുതിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം പുണർതം നക്ഷത്രക്കാരാണ്. പുണർതം നക്ഷത്ര ജാതകർ ചുമന്ന താമരപ്പൂവ് ദേവീക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രോഗാദി ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് വളരെയധികം ശമനം ഉണ്ടാകുന്നതാണ്. ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഈ 2025 എന്ന വർഷത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് വളരെയധികം നേട്ടമുണ്ടാകും. അവിവാഹിതരായ ആളുകളുടെ വിവാഹം നടക്കുന്നതാണ്. വിദേശ തൊഴിൽ തേടുന്ന ആളുകൾക്ക് അവ ലഭ്യമാകും. പ്രവർത്തന രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും എല്ലാ രീതിയിലും നിങ്ങൾക്ക് വിജയം തന്നെയാണ് കാത്തിരിക്കുക. മേലധികാരിയുടെ പ്രശംസയും അംഗീകാരവും ലഭിക്കും. സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്ന കാലം തന്നെയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അഭിമാനിക്കത്തക്കവണ്ണത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നൽകുന്നതാണ്. തൊഴിൽപരമായി വളരെയധികം ഉയർച്ചയും ധനനേട്ടവും വന്നുചേരും. അതുപോലെ തന്നെ വർഷത്തിൻ്റെ ആദ്യ പകുതി വരെ വലിയ നേട്ടങ്ങളുടെ കാലം തന്നെയായിരിക്കും. അത് പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് സമ്മാനിക്കും. തീർത്ഥാടന യാത്രകൾ നടത്തും. കുട്ടികൾ ഇല്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാം. എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചെലവ് അല്പം വർദ്ധിക്കുന്നതാണ്. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുന്നതാണ്. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും. ലോട്ടറി ഭാഗ്യവും നിങ്ങൾക്കൊപ്പമുണ്ടാകും. ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ആശ്വസിക്കുവാൻ പറ്റിയ പല കാര്യങ്ങളും ലഭിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും 2025 എന്ന വർഷം വളരെയധികം നേട്ടങ്ങളുടെ കാലമാണ് പുണർതം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് 2025 എന്ന വർഷം കാത്തിരിക്കുന്നത്. ഇവർ രക്ഷപ്പെടും. ഈ വർഷം ആദ്യം തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നല്ല കാര്യങ്ങൾ നടക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഏറ്റവും അനുകൂലമായ വർഷമാണ് 2025. ആഗ്രഹിച്ച എല്ലാവിധ കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആദ്യ വ്യാഴാഴ്ച കണ്ണന് കദളിപ്പഴം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ഉടൻ തന്നെ നടന്നു കിട്ടും. കർമ്മരംഗത്ത് വളരെയധികം വിജയമുണ്ടാകും. ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും. ജോലി തേടുന്ന ആളുകൾക്ക് അത് ലഭിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. സൗഭാഗ്യ സമ്പന്നത ഇവർക്കായി ലഭിക്കും. ഇരട്ട രാജയോഗം ഫലമായി പറയാവുന്ന നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാർ. 2025 എന്ന വർഷം അത്രയ്ക്ക് ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് സാമ്പത്തികമായി മികച്ച ഒരു കാലമാണ്. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ കഴിയും. എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില ആരോപണങ്ങളും മറ്റും കേൾക്കുവാൻ ഇടയാകും. തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. സാമ്പത്തികപരമായി വളരെയധികം ഉന്നമനം കൈവരിക്കുന്ന കാലമാണ്. തൊഴിലിൽ നിന്നും അതുപോലെ തന്നെ വസ്തു വിൽപ്പനയ ഏജൻസി ജോലികളിൽ നിന്നും ധനപുഷ്ടി ഇവ കൈവരും. അമിത വ്യയം ശീലമാകും.
ആരോഗ്യപരമായി അനുകൂലമായ കാലം തന്നെയാണ്. അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗാദി ദുരിതങ്ങളിൽ നിന്നും വിടുതൽ നേടുന്നതാണ്. ഗൃഹനിർമ്മാണം സാധ്യമാകുന്ന കാലം തന്നെയാണ്. ഭൂമിയിൽ നിന്നുമുള്ള ആദായം വളരെയധികം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സന്താനങ്ങൾക്ക് അഭ്യുന്നതി, തൊഴിലിൽ ലാഭം എന്നിവയുണ്ടാകും. ശാസ്താഭജനം പതിവായി നടത്തുന്നത് മൂലം വളരെയധികം ഗുണവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്ര ജാതകർക്ക് 2025 എന്ന വർഷം വളരെയധികം വിജയത്തിൻ്റെ ദിവസങ്ങളാണ് കാത്തിരിക്കുന്നത്. സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ഇവർ നാഗരാജാവിനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് വളരെയധികം നല്ലതാണ്. നവഗ്രഹ പൂജ, ഗണപതിക്ക് മോദക വഴിപാട് എന്നിവ നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. ശിവന് മഹാമൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. ഇവരുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ കാലം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കുവാൻ സാധിക്കും. രോഗഭീതിയുള്ളവർക്ക് അത് മാറിക്കിട്ടുന്നതാണ്. ധനപരമായ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ അവസാനിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചതോ കൊതിച്ചതോ ആയ കാര്യങ്ങളെല്ലാം ഈ 2025 എന്ന വർഷം നടന്നു കിട്ടും. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ അരിഷ്ടതകളും വിട്ടൊഴിയും. നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടുന്ന കാലമാണ്. ജീവിതത്തിൽ അല്പം തിരക്ക് വർദ്ധിക്കും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയല്പം കുറയുവാൻ ഇടയുണ്ട്. വിവാഹം എന്ന സ്വപ്നം ആലോചിച്ചിട്ടും നടക്കാതിരുന്ന ആളുകൾക്ക് ആ തടസ്സങ്ങളെല്ലാം മാറി മികച്ച ബന്ധം ലഭിക്കുന്നതാണ്. സഹോദരർ, അടുത്ത ബന്ധുക്കൾ എന്നിവരിൽ നിന്നും വളരെയധികം സഹായം സിദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായി വളരെയധികം നേട്ടമുണ്ടാകും. പണി പൂർത്തിയാക്കിയ ഫ്ലാറ്റ്, അതുമല്ലെങ്കിൽ വീട് എന്നിവ വാങ്ങുവാൻ യോഗം ഉണ്ടാകുന്നതാണ്. ആയില്യം നക്ഷത്ര ജാതകർ സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് മൂലം ഗുണവർദ്ധനവ് ഇരട്ടിയായി കൈവരിക്കാവുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. വരുന്ന വർഷത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. കൂടാതെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അമിത ടെൻഷൻ കഴിവതും ഒഴിവാക്കണം. അസാധാരണമായ ഒരു വർഷം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാ രീതിയിലും ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വരവിലൂടെ സാമ്പത്തിക നേട്ടം, ഭൂമി, വാഹനം എന്നിവ വന്നു ചേരും. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും പുരോഗതിയും തുറന്നു വരുന്നതാണ്. തൊഴിൽ തേടുന്ന ആളുകൾക്ക് അനുകൂലമായ തൊഴിലവസരങ്ങൾ ലഭിക്കും. നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം പോലുള്ള ഉയർച്ച പ്രതീക്ഷിക്കാം. തൊഴിലിൽ ഉന്നത സ്ഥാനത്തെത്തുവാൻ വളരെയധികം യോഗമുണ്ട്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കും. പരീക്ഷകളിൽ വിജയിക്കുവാനും ഉന്നത വിദ്യാഭ്യാസം നേടുവാനുമുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. പ്രണയത്തിൽ ഉള്ളവർക്ക് സന്തോഷകരമായ വാർത്തകൾ ലഭിക്കും. പ്രണയബന്ധം കൂടുതൽ ദൃഢമാകും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. വിവാഹാലോചനകൾ വിജയിക്കും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും. ചിത്തിര നക്ഷത്രക്കാരായ ആളുകൾ, പ്രത്യേകിച്ചും ചിത്തിരയും ചൊവ്വയും ഒത്തുവരുന്ന ദിവസം വ്രതമെടുക്കുകയും യഥാവിധി വഴിപാടുകൾ നടത്തുകയും വേണം. അതുപോലെ തന്നെ ചിത്തിര, അവിട്ടം, മകയിരം നാളുകളിൽ മുടങ്ങാതെ വ്രതം എടുക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ നാരങ്ങ വിളക്ക് വയ്ക്കുന്നത് നിങ്ങൾക്ക് വന്നു ചേരാവുന്ന എല്ലാവിധ ദോഷങ്ങളെ അകറ്റുവാൻ സഹായിക്കും. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. മൂലം നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടങ്ങളുടെ കാലമാണ് 2025 എന്ന വർഷം കാത്തിരിക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ പുരോഗതി കൈവരിക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട്. പ്രണയ ജീവിതം വളരെയധികം സുഗമമാകും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും നിറയുന്നതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മികച്ച വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. ഗുരുജനങ്ങളുടെ കൃപ ലഭിക്കുന്ന വർഷമാണ്. സന്താന സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം കൈവരും.
കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാൻ ഇടയുണ്ട്. ശത്രുക്കളെ മറികടക്കുവാനും അവരുടെ ദുഷ്ടസ്വാധീനത്തിൽ നിന്ന് രക്ഷ നേടുവാനും സാധിക്കുന്നതാണ്. കൃഷിയിൽ നിന്നും വളരെയധികം ധനലാഭം പ്രതീക്ഷിക്കാം. നിയമപരമായ കാര്യങ്ങളിൽ വിജയം നിങ്ങൾക്ക് തന്നെയാണ്. ഉന്നത സ്ഥാനങ്ങൾ നേടുവാനും സമൂഹത്തിൽ പേരും പ്രശസ്തിയും നേടുവാൻ 2025 എന്ന വർഷം വളരെയധികം നിങ്ങൾക്ക് അനുകൂലമാണ്. പൊതുപ്രവർത്തകർക്ക് ബഹുമതിയും ബന്ധുമിത്രാദികളിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളും വന്നുചേരും. സുഹൃത്തുക്കളുടെ പിന്തുണയോടെ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാകും. തടസ്സങ്ങളെ മറികടക്കുവാനുള്ള ആത്മവിശ്വാസവും ശക്തിയും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് പഠനത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മികച്ച വിജയം നേടുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുവാനോ അതുമല്ലെങ്കിൽ സർക്കാർ ജോലിയിൽ ഉയർച്ച നേടുവാനോ ഉള്ള സാധ്യതയുണ്ട്. ഭക്തിയോടുള്ള ആകർഷണം കുറഞ്ഞ് ആത്മീയതയിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. നിങ്ങൾക്ക് 2025 എന്ന വർഷം വളരെയധികം വിദ്യാഭ്യാസ യോഗ്യത നേടുവാനും വിദേശത്തോ അതുമല്ലെങ്കിൽ സ്വദേശത്തോ നല്ല തൊഴിൽ ലഭിക്കുവാനുമുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. വീട്, വാഹനം, ആഭരണം തുടങ്ങിയ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എല്ലാ രീതിയിലും സർവ്വകാര്യങ്ങളും സാധിച്ചെടുക്കുന്ന കാലമാണ് 2025 എന്ന വർഷം. നിങ്ങളുടെ ജീവിത പങ്കാളി അതുമല്ലെങ്കിൽ ബിസിനസ് പങ്കാളി എന്നിവരിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധിയും ഐശ്വര്യവുമാണ് വന്നു ചേരുക. അശ്വതി, മകം, മൂലം നക്ഷത്ര ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ, വിഷ്ണു, ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. മൂലവും വ്യാഴവും ഒത്തുവരുന്ന ദിവസം വ്രതം ആചരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്ര ജാതകർക്ക് 2025 എന്ന വർഷം വളരെയധികം ധനനേട്ടവും എല്ലാ രീതിയിലും സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന വർഷമാണ്. വിവാഹം നടക്കാതിരുന്ന ആളുകൾക്ക് വിവാഹം നടന്നു കിട്ടും. വിവാഹിതരായ ദമ്പതികൾക്ക് സന്തോഷകരമായ ജീവിതമാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം ശരീര സൗന്ദര്യം വർദ്ധിക്കുകയും ശരീരത്തിന് തേജസ്സും ആരോഗ്യവും ആകർഷണതയും ഉണ്ടാകും. ധനനേട്ടം ഉണ്ടാകുവാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. പുതിയ വീടും വാഹനവും വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ ഈശ്വരവിശ്വാസം വർദ്ധിക്കും. ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യം വളരെയധികം കാണിക്കുന്നതാണ്. ശ്രേഷ്ഠ വ്യക്തികളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. സൽപുത്ര ഭാഗ്യം ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം വിജയവും ധനനേട്ടവും പ്രതീക്ഷിക്കാം. ഏത് ജോലിയിലും മികവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ജോലിയിൽ സ്ഥാനമാനങ്ങൾ വന്നു ചേരും. കാർഷിക കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക ശേഷി വളരെയധികം ശക്തമാകുന്നതാണ്. അവിട്ടം, മകയിരം, ചിത്തിര നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. പ്രത്യേകിച്ചും ശ്രീ പാർവതി, മഹാവിഷ്ണു, ഗണേശ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെയധികം നല്ലതാണ്. നവഗ്രഹങ്ങളിൽ ബുധനും ശനിയും ദോഷം ചെയ്യുന്നതിനാൽ അവരുടെ പ്രീതിക്കായി പ്രാർത്ഥിക്കുക. അവയുടെ ഉപദേവതകളായ വിഷ്ണു, ഗണേശൻ, ബ്രഹ്മാവ്, ശ്രീ ലക്ഷ്മി ദേവി, സരസ്വതി എന്നിവരോടൊപ്പം ആരാധിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരിക്കൽ എടുക്കുക. ചുവപ്പ്, കടും നീല, കറുപ്പ് എന്നീ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെയധികം ശുഭകരമാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് 2025 എന്ന വർഷം വളരെയധികം ധാരാളം നല്ല ഫലങ്ങൾ ലഭിക്കും. സന്തോഷവും കുടുംബ സൗഖ്യവും നിറഞ്ഞ ഒരു വർഷം തന്നെയാണ്. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ സാധിക്കുന്നതാണ്. അവരുടെ പിന്തുണ ലഭിക്കുവാൻ സാധിക്കും. കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതിയും നേട്ടങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പ്രതാപം തിരികെ ലഭിക്കുന്നതാണ്. എവിടെയും ബഹുമാനവും പ്രശസ്തിയും ലഭിക്കും. അന്യജനങ്ങളിൽ നിന്നും ആദരവും അംഗീകാരവും ലഭിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. പുതിയ വസ്ത്രങ്ങൾ, വാഹനങ്ങൾ തുടങ്ങിയവ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. സൽസുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങളും സഹായവും വന്നു ചേരും. ജീവിത സുഖഭോഗങ്ങൾ യഥാവിധം ലഭിക്കുന്ന വർഷം തന്നെയാണ്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം മെച്ചമുള്ള വർഷം തന്നെയാണ്. വളരെ കാലമായി ശത്രുതയിൽ കായിരുന്ന ആളുകൾ തമ്മിൽ മിത്രങ്ങൾ ആകുന്നതാണ്. രാഷ്ട്രീയ നേതാക്കൾക്ക് ജനങ്ങളുടെ വിശ്വാസം തിരികെ ലഭിക്കുന്നതാണ്. തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങളുടെ കാലം തന്നെയാണ് ഈ 2025 എന്ന വർഷം.
നിങ്ങളുടെ കിട്ടാക്കടങ്ങൾ തീർക്കുവാനും സഹജമായ കഴിവുകൾ പുറത്തെടുക്കുവാനും സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനും കലാകാരന്മാർക്ക് അംഗീകാരം നേടുവാനും സാധിക്കുന്നതാണ്. പാരമ്പര്യ തൊഴിലുകളിൽ വിജയം നേടുവാനും നിങ്ങളുടെ ഭൂമി നല്ല വിലയ്ക്ക് വിറ്റഴിക്കുവാനും സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ പൊരുത്തവും സ്നേഹങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. അയൽ തർക്കങ്ങളെ സമാധാനപൂർവ്വം പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ആസ്വാദനവും നിറഞ്ഞ വർഷം തന്നെയാണ്. അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സൗന്ദര്യവും അനുകമ്പ എന്നിവ നിറഞ്ഞു നിൽക്കും. ആഡംബര ജീവിതം നയിക്കുവാൻ സാധ്യതയുണ്ട്. കലകളിൽ നിങ്ങൾക്ക് താല്പര്യം വളരുകയും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. ഭക്ഷണത്തോടുള്ള നിങ്ങളുടെ ഇഷ്ടം വളരെയധികം വർദ്ധിക്കും. ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെ ആസ്വദിക്കുവാൻ നിങ്ങൾ പഠിക്കുന്നതാണ്. സുഖകരവും സമാധാനപൂർണവുമായ ജീവിതമാണ് നിങ്ങളെ ഈ വർഷം കാത്തിരിക്കുന്നത്. വിവാഹം കഴിക്കുവാനോ അതുമല്ലെങ്കിൽ പുതിയ പ്രണയബന്ധം സ്ഥാപിക്കുവാനോ സാധ്യതയുണ്ട്. കലാകാരന്മാരായ ആളുകൾക്ക് പേരും പ്രശസ്തിയും തേടിയെത്തും. സമ്പത്ത് വളരെയധികം വർദ്ധിക്കുന്നതാണ്. സാഹചര്യം എന്തുതന്നെയായാലും കാര്യങ്ങൾ പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ്. ശുക്രദശ സാധാരണയായി സുഖം, സൗകര്യം, സമ്പത്ത്, ആഡംബരം എന്നിവ അനുകൂലമായി വരുന്ന ഒരു വർഷമാണ്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങുവാനും ആഡംബര ജീവിതം നയിക്കുവാനും ഈ സമയം സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടം, തൊഴിലിലെ പുരോഗതി, പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കൽ എന്നിവയും നിങ്ങൾക്ക് സാധ്യമാണ്. നിങ്ങളുടെ മാതാവിൽ നിന്നോ മാതൃബന്ധുക്കളിൽ നിന്നോ ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. വിചാരിക്കാതെ മറ്റുള്ളവരുടെ സ്വത്തുവകകൾ നിങ്ങളുടെ കൈവശം വന്നു ചേരാം. ആഭരണ അലങ്കാര വസ്തുക്കൾ ധാരാളമായി വന്നു ചേരും. ചിലർക്ക് വിദേശത്ത് തൊഴിൽ ലഭിക്കുവാനും യോഗമുണ്ട്. രേവതി നക്ഷത്രക്കാരായ ആളുകൾ നവഗ്രഹങ്ങളിൽ ഗുരുവിനെയും ശനിയെയും പ്രീതിപ്പെടുത്തണം. ബുധനും രേവതിയും ഒത്തുവരുന്ന ദിവസം കഴിയുന്ന പോലെ വഴിപാടുകൾ നടത്തേണ്ടതാണ്. മഹാദേവന്റെയും ശ്രീ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ ദിവ്യശംഖ് സമർപ്പിക്കുകയോ വീട്ടിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ വളരെയധികം ഉത്തമമാണ്. വീട്ടിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം അതിൽ മൺചിരാത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ സമ്മാനിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.